ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വെണ്ടയ്ക്കയും ചെമ്മീനും വെച്ച് നല്ല തേങ്ങ അരച്ച തനി നാടൻ കറിയാണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ വെണ്ടയ്ക്കയും ചെമ്മീനും കൂടി തയ്യാറാക്കി എടുത്തിട്ടുള്ള നല്ലൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കണേ. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ അടിച്ചിടാനും മറക്കരുത്. അതേപോലെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് ലൈക്ക് അടിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ കറി തയ്യാറാക്കാമെന്ന് നോക്കി വന്നാലോ. അതിന് വേണ്ടിയിട്ട് ഒരു മൺചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. മൺചട്ടി നല്ലോണം ചൂടായപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് ഒരു 10 ഗ്രാം വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സവാള കട്ട് ചെയ്തതും അതേപോലെ തന്നെ വെണ്ടക്ക ഒരു 100 ഗ്രാം വെണ്ടക്കയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് അതേപോലെ തന്നെ കറിവേപ്പിലയും ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. സ്റ്റവ് ഒന്ന് സിമ്മിൽ വെക്കാം. വെണ്ടക്ക ഒന്ന് വാടി വരാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ വെണ്ടക്ക ഇട്ട ഉടനെ തന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ മതി. പിന്നെ സ്റ്റവ് സിമ്മിൽ വെച്ചിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് മല്ലിപ്പൊടി ഒരു 1.5 ടീസ്പൂൺ നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 പഴുത്ത തക്കാളിയാണ്, അത് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്ത തക്കാളിയാണ്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. നമ്മളിതിലേക്ക് ചെമ്മീനാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി നല്ല രീതിയിൽ തന്നെ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് തേങ്ങ അരപ്പ് തയ്യാറാക്കി എടുക്കണം. അതിന് മുന്നേയായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് പുളിവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ഒരു 1/2 കപ്പ് പുളി വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ല തിളച്ച് കുറുകി പാകമായി വരുന്ന സമയത്ത് നമുക്ക് തേങ്ങ അരച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെണ്ടക്ക നല്ല തിളച്ച് വന്നിട്ടുണ്ട്. പുളിയും ഇതൊക്കെ ഒക്കെ കൂടി നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സായിട്ട് നല്ല തിളച്ച് വന്നതിന് ശേഷം നമുക്ക് കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് തേങ്ങ ഞാനിവിടെ ഒരു 1/2 മൂടി തേങ്ങയാണ് ചെറുകി എടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് മിക്സിയിൽ ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ ഏകദേശം ആയി വരുന്നുണ്ട്. ഇനി നമുക്ക് മീനിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് മീനിട്ട് കൊടുക്കാം. ചെമ്മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 150 ഗ്രാം ചെമ്മീനും ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് നമുക്കിതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെമ്മീനെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ചെമ്മീനൊന്ന് വേവുന്ന വരയ്ക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇങ്ങനെ നിങ്ങൾ വെണ്ടക്കയും ചെമ്മീനും കറി വെച്ച് നോക്കിയിട്ടില്ല അല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കട്ടെ. നല്ല ടേസ്റ്റാണ്. അതേപോലെ തന്നെ നല്ല ചോറൊക്കെ ഒരു പാത്രം ചോറുണ്ണും ഈ കറി ഉണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല, ഒരു വട്ടെങ്കിലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കട്ടെ. അപ്പോൾ മീൻ തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങ അരച്ച് അരപ്പ് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നിങ്ങൾക്ക് തിക്കായിട്ടുള്ള കറി വേണമെങ്കിൽ ഇതേ രീതിയിൽ എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണമെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് കുറുകിയതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യും. ഇപ്പോൾ നമ്മുടെ തേങ്ങ അരച്ച വെണ്ടക്ക ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. നമ്മൾ ചെമ്മീൻ ഇട്ടിട്ട് പല രീതിയിൽ കറി വെക്കാറുണ്ടല്ലേ. അപ്പോൾ വെണ്ടക്ക ഇട്ടിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂ കേട്ടോ. അപ്പോൾ നല്ലതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ചെമ്മീൻ ഏകദേശം വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നല്ല തിളച്ചതിന് ശേഷം നമുക്കൊന്ന് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ അടിച്ചിടാനും മറക്കരുത്. അതേപോലെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമ്മുടെ വെണ്ടക്ക ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് പറയാം. അതേപോലെ ചാനൽ ഹൈപ്പ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യുക. അതേപോലെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരിക്കും എല്ലാവർക്കും ബായ്. അപ്പോൾ ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ കറി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് പറയാൻ മറക്കരുതേ.